മസ്കറ്റ് മദേഴ്സിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണതും കേൾക്കാൻ പോണതും വെരി ഇമ്പോർട്ടൻറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് പീപ്പിൾ ബിഹൈൻഡ് ആർട്ട് സീൻ ഇൻ ഒമാൻ. ആക്ച്വലി ഇത് കാണുമ്പോഴേക്കും ഇവരെ ഒമാനിൽ മാത്രമൊന്നും നിർത്താൻ പറ്റില്ല, കാരണം അത്രയും വലിയൊരു പ്രൊഡക്ഷൻ ആയിരിക്കണം. കാരണം അത്രയും ക്രൂ മെമ്പേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഓൺ സ്റ്റേജ്, ബാക്ക് സ്റ്റേജ്. ഞാൻ പറയാൻ പോണത് കഥ പറയും ചിത്രങ്ങൾ. These are paintings you must have seen at some point in your life. സ്വന്തം വീട്ടിൽ നമ്മൾ വയ്ക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ വീട്ടിലെ കളക്ഷനായിട്ട് കണ്ടിട്ടുണ്ടാവും. We are talking about Ravi Verma's paintings, world renowned artist. A very proud moment for every Indian, I would say. കാരണം ഈ ഒരു പ്രൊഡക്ഷൻ മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ലെറ്റ്സ് മീറ്റ് ദ പീപ്പിൾ ബിഹൈൻഡ് ദ സീൻ ആൻഡ് people who would be on the stage as well. To my left is Dr. J. Ratnakumar. Welcome, sir. Namaskar. Lakshmi. He's the founder and chairman of Bavalia. So, Bavalia Anna, who is backing the whole production, and the company Global Events, Adira Girish. Apo, thank you so much for making it all possible. Now, let's meet the artists. Sunil Kumar Krishnan Nair. We know him so well. Namaste. ഈ കാലമായിട്ട് ഇപ്പോൾ പ്രൊഡക്ഷനിലും ഓൺ സ്റ്റേജ് ഒക്കെ ആയിട്ടുണ്ടല്ലോ. We're all very familiar. Yes, yes. But this is a major event for you. Okay. So he's a man behind putting it all together. And then we have the actor, Prakash Vijay. നമസ്കാരം. So let's start. ഇത് എങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നു? കഥ പറയും ചിത്രങ്ങൾ, ബോൾത്തി തസ്വീരെ. അപ്പോൾ 2 ദിവസങ്ങളായിട്ടാണ് വരുന്നത്. എങ്ങനെ ഈ കോൺസെപ്റ്റ് വന്നു? It must have started with you. ഞാൻ കഥ പറയും ചിത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് 1992 ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ കനകക്കുന്ന് കൊട്ടാരത്തിൽ സ്ത്രീ പർവ്വം, അതായത് സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ സ്ത്രീ പർവ്വം എന്നൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കണ്ടിരുന്നു. അപ്പോൾ അന്ന് ആഗ്രഹിച്ചതാണ് അതുപോലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം, അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ജീവിതത്തിന് വേണ്ടി പല വഴികളിലും ഡൽഹി, മസ്കറ്റ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൊറോണ വന്നത്. കൊറോണ വന്നപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു സബ്ജക്റ്റ് വന്നതും. പിന്നെ അതിനെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഇതിൻ്റെ പുറകിൽ തന്നെയാണ്. കുറേ ബുക്കുകൾ വായിച്ചു, കുറേ റെഫർ ചെയ്തു, കുറേ അന്വേഷണങ്ങൾ ഇതിൻ്റെ പുറകിൽ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതുവരെയും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് മസ്കറ്റിൽ ആരും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അറിവിൽ ഈവൻ കേരളത്തിലോ അല്ലെങ്കിൽ GCCയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ രവി വർമ്മയുടെ ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തിട്ടില്ല. പിന്നെ അതോടൊപ്പം ഇപ്പം ന്യൂ ജനറേഷൻസിന് ഇതിൻ്റെ പുറകിലുള്ള അദ്ദേഹം വരച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം മഹാഭാരതം, രാമായണം, ഭാഗവതം, ബൈബിൾ, ഖുറാൻ എന്നീ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തീംസാണ്. അപ്പോൾ ഓരോ പടത്തിനും ഒരു കഥയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അതിനെപ്പറ്റി ഒരു അറിവുമില്ല. ന്യൂ ജനറേഷൻ എന്നല്ല, ഒരു ആഫ്റ്റർ 80 ജനിച്ച ആൾക്കാർക്ക് വരെ ജസ്റ്റ് പടം കാണുന്നത് എന്നല്ലാതെ അതിൻ്റെ പുറകിൽ എന്താണ്, ഇതെങ്ങനെയാണ്, എവിടെയാണ് വന്നതെന്ന് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചൊരു അറിവ്, എന്നാൽ കഴിയുന്ന ഒരു അറിവ് ന്യൂ ജനറേഷൻസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതും ഇത് ഞാൻ ചെയ്യാനുള്ള തീരുമാനിച്ചത്. പിന്നെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അത് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി ആർക്കും അറിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ രാജാ രവി വർമ്മ ഒക്കെ കിളിമാനൂർ പാലസിലെ ഒരു തമ്പ്രാനാണ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി എങ്ങനെയാണെന്ന് ഇതുവരെയും ഒരു നല്ല പ്രൊജക്റ്റ് അല്ലെങ്കിൽ മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒരു നല്ല പ്രൊജക്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാനതൊരു കംപ്ലീറ്റ് ഒരു സ്ക്രിപ്റ്റ് എഴുതി കിളിമാനൂർ കൊട്ടാരത്തിൽ തന്നെ സമർപ്പിച്ച് അവരുടെ അപ്രൂവൽ മേടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഫൈനലിലേക്ക് തിരിച്ചിരിക്കുന്നത്. Oh, that's great. ഇത് വേണമെങ്കിൽ നമുക്കൊരു ബുക്ക് ആക്കാമല്ലോ ഈ സ്ക്രിപ്റ്റ് എല്ലാം വെച്ചിട്ട്. തീർച്ചയായിട്ടും. വെരി നൈസ്. സോ അതൊരു വേറെ പ്രോജക്റ്റ് നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യാം. ഡോക്ടർ രത്നകുമാർ, യു ഹാവ് ബീൻ സച്ച് എ ബിഗ് സപ്പോർട്ട് ഈ ആർട്ട് സീനിന് തന്നെ. യു ഹാവ് എ വെബ്സൈറ്റ് ഫോർ ബാവലിയ. ബാവലിയയിലെ വെബ്സൈറ്റ് തന്നെ ഷോക്കേസസ് മെനി ആർട്ടിസ്റ്റ് അക്രോസ് ദ ഗ്ലോബ്, ഡിഫറെൻറ്റ് ഫോറിൻ നാഷണൽസ്, ഇന്ത്യൻ ആർട്ടിസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ്.
So, Dr. Panyam, Namla Kandu, you've just supported short film Paru, and it was launched in Trivandrum and now in Muscat under the auspices of the Indian ambassador at Indian Embassy. അപ്പോൾ ഇതേമാതിരി കുറേ പ്രോജക്ട്സ് ആയി ഡോക്ടർ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ കഥ പറയും ചിത്രങ്ങൾ എന്തായിരുന്നു ഫസ്റ്റ് തോട്ട് ദാറ്റ് കെയിം ടു യു? കഥ പറയും ചിത്രങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ലേറ്റ് രാജാ രവിവർമ്മയുടെ ഒരു ലിഗസി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റുമായിട്ട് സുനിൽ കൃഷ്ണൻ നായർ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ, അതായത് ഗ്ലോബൽ ഇവൻറ്റ്സ് ഗിരീഷും ആതിരയും സുനിലും കൂടി ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ അത് സോ എക്സൈറ്റഡ്. രണ്ട് കാരണങ്ങളാണ്. നമ്മുടെ ഒരു ഹെറിറ്റേജാണ് രാജാരവിവർമ്മ, കേരളത്തിൻ്റെ പ്രത്യേകിച്ചും, കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ. കാരണം അദ്ദേഹം പൂനെയിലും ബറോഡയിലും ഒക്കെ താമസിച്ച് അന്നത്തെ രാജാക്കന്മാരുമായിട്ടൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് ഒരുപാട് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത ഒരു രാജാവാണ് രാജാ രവിവർമ്മ. കിളിമാനൂർ കൊട്ടാരത്തിലൂടെ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ടായിട്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടി സുനിൽ കൃഷ്ണൻ നായർ അതുമായിട്ട് വന്നപ്പോൾ, ഈ കൺസെപ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. രണ്ടാമത്തെ കാര്യം, എക്സൈറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ കാര്യം, ഈ മസ്കറ്റിലെ കലാ ആസ്വാദകരൊക്കെ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വളരെ കഴിവുള്ള ഒരു പ്രതിഭയാണ് സുനിൽ കൃഷ്ണൻ നായർ. അതിപ്പം ഡാൻസ് ആയാലും മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ഡിസൈനിങ് ആയാലും അഭിനയമായാലും സംവിധാനമായാലും ഒക്കെ വേറിട്ട ഒരു പ്രതിഭയാണ്. അപ്പം അങ്ങനെ ഒരു പ്രതിഭയാണ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പം എന്നെ പോലെയുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഭാവലയ ആർട്ട് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷൻ 2010 നമ്മുടെ മല്ലിക സാരാഭായി, ONV കുറുപ്പ് സാറ്, അർജുന മാസ്റ്റർ ഇവരൊക്കെയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് ONV കുറുപ്പ് സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അനേകം ചേറുമരങ്ങൾക്കിടയിൽ ഒരു താന്നി മരത്തെ വളർത്തുകയാണ് ഭാവലയ. അപ്പോൾ ഭാവലയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ കഴിവുറ്റ കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനൊരു ഇത് വന്നപ്പോൾ മറ്റെല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം. ഇത് എങ്ങനെയെങ്കിലും ഈ ഒരു കലാശില്പം, അതായത് നമ്മുടെ ഈ ഷോ, 2 ദിവസത്തെ ഈ ഷോ നടപ്പിലാക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം നമുക്കറിയാമല്ലോ, ഈ മസ്കറ്റിൽ ഒമാനിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കണമെന്നുള്ള ഒരുപാട് കടമ്പകളുണ്ട്. ഇപ്പൊ ഡോക്ടറുടെ ഒരു പാഷൻ ടു ആർട്ട് ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഒരു ഇൻഷുറൻസ് സെക്ടറിലാണ് യു ഓൾസോ ഹോൾഡിംഗ് പൊസിഷൻസ് ഇൻ ഡിഫറെന്റ് ഓർഗനൈസേഷൻ. പക്ഷെ ഒരിക്കലും CEO of a insurance intermediary organization in Oman. Correct. Also in India. Yes. I'm a chairman and director of Private Insurance Brokers. But you have never kept art aside. It is, you have given it equal prominence. അതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ഡയറക്ടേഴ്സ് ലൈക്ക് യു ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് വേണമല്ലോ ഇവൻച്വലി അല്ലേ? അല്ലെങ്കിൽ അതൊരു ഐഡിയ ആയിട്ട് മാത്രം ഇരുന്നേനെ. ബട്ട് വി ആർ ആക്ച്വലി ഏബിൾ ടു സീ ബിക്കോസ് ഓഫ് ബോത്ത് ഓഫ് യു കമ്മിങ് ഫോർവേഡ്. പിന്നെ അതിൽ സ്പോൺസേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഐ റിയലി വോണ്ട് ടു സേ താങ്ക് യു ഫോർ എവറിബഡി ഹു സപ്പോർട്ട് ആർട്ടിസ്റ്റ്. ഇനി നമ്മൾ കാണാൻ പോണത്, ആക്ച്വലി കേൾക്കാൻ പോണത് ആർട്ടിസ്റ്റ് ഹിംസെൽഫ്. നിങ്ങൾ ഈ ക്യാമ്പനായിട്ട് കുറേ മാസങ്ങളായല്ലോ. പ്രകാശ് വിജയൻ ഇസ് വൺ ഓഫ് ദി ആർട്ടിസ്റ്റ്. അപ്പോൾ എങ്ങനെയായിരുന്നു? ഞാൻ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ കിളിമാനൂർ രാമവർമ്മ തമ്പുരാൻ്റെ ഒരു വേഷമാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് മുന്നിൽ തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അത് സുനിൽജി എന്നെ എത്രത്തോളം വിശ്വസിച്ചിട്ടാണ് ആ വേഷം ഏൽപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നാട്ടിൽ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വീകരണ മുറിയിൽ ചെല്ലുമ്പോൾ തന്നെ ആദ്യം ശകുന്തളയുടെ ഒരു ചിത്രമാണ് ഇരിക്കുന്നത്. രവിവർമ്മ വരച്ചൊരു ചിത്രമാണ് ഇരിക്കുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും എവർഗ്രീനായിട്ട് ആ ചിത്രം എൻ്റെ സ്വീകരണ മുറിയിലുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതും സുനിൽജിയെ പോലുള്ള ഒരാൾ പറയുമ്പോൾ, സുനിൽജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു വേഷമുണ്ട്. അത് ഡോക്ടർ രത്നകുമാറിൻ്റെ കൂടെ തന്നെ ചെയ്തതാണ്, ശകുനിയുടെ ഒരു വേഷം. എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഈ ശരീരത്തിൽ ശകുനി ഉണ്ടെന്ന്. ആ ശകുനിയെ കണ്ടുപിടിച്ചത് സുനിൽജിയാണ്. അനിർവാൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറും പിന്നെ സുനിൽജിയുടെ കരവിരുതാണ് ആ ശകുനിയെ പുറത്തെടുത്തത്. അത് അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞതോടുകൂടി ഞാൻ ശകുനിയായിട്ടങ്ങ് മാറുകയായിരുന്നു. പിന്നെ എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല ആ വേഷം. അപ്പൊ അത്രയും റെസ്പെക്ട് ഉണ്ട് എനിക്ക് സുനിൽജിയോട്. അപ്പൊ അതുകൊണ്ട് തന്നെ രാമവർമ്മയുടെ ഒരു വേഷം എനിക്ക് തരുമ്പോൾ ഞാൻ ഇങ്ങനെ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സങ്കല്പിച്ച് നോക്കാറുണ്ട് ഞാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഞാൻ സങ്കല്പിച്ച് നോക്കാറുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു ഷോ കാണാനായിട്ട്. പിന്നെ ഈ ഷോയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇത്രയധികം കലാകാരന്മാരുടെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രാജാരവിവർമ്മയെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. സുനിൽജി എഴുതിയ സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരുപാട് മഹാരഥന്മാരുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ, അതേപോലെ രവീന്ദ്രനാഥ് ടാഗോർ, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെ ഒട്ടനേകം മഹാരഥന്മാരാണ്. വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ, ഒട്ടനേകം മഹാരഥന്മാരാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ളത്. അപ്പോൾ എത്ര ഒരു സംഭവബഹുലമായ ഒരു ജീവിതമാണതെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമല്ല, കൂടാതെ അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രത്തിനും ഓരോ ചിത്രത്തിനും ജീവൻ കൊടുക്കുകയും കൂടിയാണ് സുനിൽജി ഇതിലൂടെ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എല്ലാ ആശംസകളും നേരുന്നു. ഈ കൂട്ടത്തിൽ ഞാനും അതിന്റെ ഒരു ഭാഗമാണ്. എല്ലാവരും വന്ന് അനുഗ്രഹിക്കുക. Very good. Prakash, you're also a director, so this must be an amazing experience to work with him, who brings in a very different spectrum of experience. Like Doctor said, art, dancing, costume, acting, makeup. അപ്പോൾ അതിൻ്റെ ഒരു എസെൻസ് തന്നെ ഒരു റിച്ച്നെസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ വിൽ ഗെറ്റ് ടു സീ ഇറ്റ് ഓൺ ദാറ്റ് ഡേ, ഓൺ ദ 2 days. Adira, now you've been in the events and how excited are you? കാരണം ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെന്റ് ലെവൽ ഓൾ ടുഗെദർ. എല്ലാവർക്കും നമസ്കാരം. സുനിലേട്ടൻ്റെ അടുത്ത് ആദ്യം മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കങ്ങനെ പറയാനാണെങ്കിൽ. വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് ഞാൻ പറയാം. ശരിക്കും സുനിലേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ മലയാളം വിങ്ങിൽ വെച്ചിട്ടാണ്. മലയാളം വിങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൂടുതലായിട്ട്, അതിന് മുമ്പേ നമ്മൾ അറിയാം, നമ്മൾ ഒരുപാട് സുനിലേട്ടൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനും അതിൽ പാർട്ടായിട്ടുണ്ട്. അപ്പം കമ്മിറ്റിയിൽ വന്നിട്ട് ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി തന്നെ പ്രവർത്തിച്ചു. അങ്ങനെയാണ് കൂടുതൽ അടുപ്പമായത്. അത് കഴിഞ്ഞപ്പം ഇങ്ങനെ സുനിലേട്ടൻ കുറേ നാളായിട്ട് ഇങ്ങനൊരു ഡ്രീമിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണ് ഏതാണെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരിടയ്ക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞപ്പം സുനിലേട്ടൻ അതിയായിട്ട് അതിനെക്കുറിച്ച് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്യണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഇത്രയും വലിയൊരു അടങ്ങാത്തൊരാഗ്രഹം, ഇത്രയും വർഷമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഞാനും ഒരു കലാകാരിയാണ്, എനിക്കും അറിയാം ആ ഒരു വിഷമം എന്താണെന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാനും വിചാരിച്ചു, ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് ഇവൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് സുനിലേട്ടെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ, അതിൻ്റെ പിന്നിലുള്ളത് എന്താണ് എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ധൈര്യമായിട്ട് സുനിലേട്ടൻ വാ, നമുക്ക് എന്തായാലും ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ വീട്ടിലെ ഹസ്ബൻഡുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് സാറിലേക്ക് എത്തിപ്പെട്ടത്. സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സപ്പോർട്ടീവായിരുന്നു. ഇത്രയും വലിയൊരു കലയോട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ സുനിലേട്ടന് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ് ആ ഒരു സാറിൻ്റെ അടുത്ത് തന്നെ എത്തിപ്പെട്ടതിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടം വരെ എത്തിച്ചേർന്നു. എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. പിന്നെ എല്ലാവരും ഇത് വന്ന് കണ്ടത്, ഞാനിതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർപ്രൈസ് എലമെന്റ്. അതെ, അതിനകത്ത് ഒരുപാട് ഞാനുണ്ട്. അതിനകത്ത് ചെറിയൊരു മോഡലായിട്ട് ഞാനും ഉണ്ട്. പിന്നെ പ്രകാശേട്ടൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് രവിവർമ്മയെ കുറിച്ച് നമുക്ക് ഈവൻ എൻ്റെ വീട്ടിലും ഉണ്ട്. പക്ഷേ അത് അവിടെ ഇങ്ങനെ ഒരു പടമായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ നമുക്കറിയില്ല അതിൻ്റെ പിന്നിലുള്ള സംഭവം. പക്ഷേ സുനിലേട്ടൻ അതിൻ്റെ ഒരു കഥ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴാണ്, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ഞാൻ അറിയുന്നത്. അപ്പം ഈ കഥകളെല്ലാം കോർത്തിണക്കി ഒരു വലിയൊരു സംഭവം, അത് വലിയൊരു സംഭവം തന്നെയാണ്, അത് കാണേണ്ടതാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് എല്ലാവരോടും പറയേണ്ടത്
അത് നേരിട്ട് വന്ന് കാണുക, അനുഭവിക്കുക. ഇപ്പോൾ നമുക്ക് പ്രകാശ് വിജയൻ പറഞ്ഞു ശകുന്തളയെ പറ്റിയിട്ട്. യു ഹാവ് എ പെയിന്റിംഗ്. എന്താ നിങ്ങളുടെ പെയിന്റിംഗ്? ഒരു തമിഴത്തി. ഓക്കെ, സോ വി ഗോട്ട് ടു. ഡോക്ടറിന് ഏതാ ഏറ്റവും ഇഷ്ടമുള്ള പെയിന്റിംഗ്? എനിക്ക് ഉർവശി. അതെ. അപ്പോൾ ഈ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയവുമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹിസ് എക്സലൻസി GB ശ്രീനിവാസ്, അംബാസഡർ ഓഫ് ഇന്ത്യ ടു സൽത്തനറ്റ് ഓഫ് ഒമാൻ, അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു മീറ്റിംഗ് അനുവദിച്ചു. ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹം എംബസി കോൺഫറൻസ് ഹാളിൽ ഞങ്ങളുമായിട്ട് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി വളരെ വിശദമായിട്ട് കേട്ടു. അതിനുശേഷം നമ്മൾ ഇൻഡോ ഒമാൻ 70th ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ആയിട്ട് നടക്കുന്ന പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഈസ് ടു കൊമമറേറ്റ് ദി diplomatic relations both countries. 70th ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഓഫ് ബോത്ത് കൺട്രീസ്. അത് തീർച്ചയായിട്ടും വളരെ അർഹിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. Yes, beautiful. ഇതിൻ്റെ പുറകിലുള്ള അധ്വാനം, ഇതിൻ്റെ 100-ൽ പരം ആർട്ടിസ്റ്റുകൾ കഴിഞ്ഞ 5 മാസമായിട്ട്, ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയും കൂടി വരണമല്ലോ. അപ്പോൾ ഇത്രയും ഫാമിലീസ്, ഏതാണ്ട് 100-ൽ പരം ഫാമിലീസ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ കലാശില്പമാണ് ഇത്. ഇവിടെ സുനിൽ പറഞ്ഞ മാതിരി തന്നെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രോജക്ട്സിൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സൂര്യ കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ Who used to come here അതെ, always. അദ്ദേഹം ചിലപ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹം ചിലപ്പം വരാൻ പറ്റുവാണെങ്കിൽ വരും. അപ്പോൾ ഈ പ്രോജക്റ്റിന് ഇവിടെ പറഞ്ഞ മാതിരി ഇതുവരെ ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ്, ഈ ഒരു മാഗ്നിറ്റ്യൂഡിൽ ഉള്ള ഒരു പ്രോജക്റ്റ് എൻ്റെ അറിവിലും ഇവിടെ GCCയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും നടന്നതായിട്ട് അറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇറ്റ്സ് എ യുണീക്ക് പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് മസ്കറ്റിലുള്ള എല്ലാവരും, അത് 2 ദിവസമാണ്. ആദ്യത്തെ ദിവസം മലയാളം, രണ്ടാമത്തെ ദിവസം ഹിന്ദി, അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ മസ്കറ്റിലെ പരമാവധി ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം എഫർട്ട് എടുക്കുന്നത്. Thank you, doctor. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അത്രയധികം ഇറ്റ് വിൽ ബി എ മെസ്മറൈസിങ് വിഷ്വൽ ട്രീറ്റ്. കഥ പറയും ചിത്രങ്ങൾ, ബോൾത്തി തസ്വീരെ. Dr. Ratnakumar പറഞ്ഞ മാതിരി we going to be seeing a production that has been ongoing, practicing. നമ്മളൊക്കെ നമ്മളുടെ ഓരോ പ്രൊഫഷണൽ ലൈഫിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നും വൈകുന്നേരം ആകുമ്പോൾ കണ്ടുമുട്ടി, ഗെറ്റിംഗ് ട്രെയിൻഡ് അണ്ടർ ഹിം, ഹിസ് ഗൈഡൻസ്. ഇതൊരു വലിയൊരു സംഭവമാണ് ആക്ച്വലി. യുനോ ഇത് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒരു വിഡ്രോൾ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. എന്താ ചെയ്യേണ്ടതെന്ന് ആ ക്യാരക്ടേഴ്സിനോട് അവർ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് ഹാപ്പൻസ് ഇൻ എവറി പ്രൊഡക്ഷൻ. ബട്ട് ദിസ് ഈസ് എ ബിറ്റ് ഡിഫറെൻറ്റ്. കാരണം അവരുടെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം വേറെ ആയിരിക്കുമല്ലോ. എല്ലാം ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഒരു സാധാരണ നാടകം പോലെയോ അല്ലെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെയോ അല്ലെ ഷോർട്ട് ഫിലിമിൽ ചെയ്യുന്ന പോലെയോ അല്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു 19th സെഞ്ച്വറിയിലെ കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പം വേഷം ആയാലും മേക്കപ്പ് ആയാലും നടത്തം അല്ലെ നമ്മുടെ കൾച്ചർ, അതെല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മൾ നോർമൽ പറയുവാണെങ്കിൽ നീ എടാ പോടാ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ ഇത് ഞാൻ ഈ കൊട്ടാരത്തിൽ ഈ സ്ക്രിപ്റ്റ് സമർപ്പിച്ചപ്പോൾ അപ്പോൾ അവരാകെ കൂടി അതിൽ ഒരു തിരുത്താണ് തിരുത്തിയത്. ആക്ച്വലി കൊട്ടാരം വാക്കുകളിൽ നീ എടാ പോടാ ഒന്നുമില്ല. അവർക്കിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉണ്ണി നീ പോടാ എന്ന് നമ്മൾ പറയും. പക്ഷെ അവർ പറയുന്നത് ഉണ്ണി പോകൂ. പിന്നെ അവനില്ല അയാൾ, ഇവനില്ല ഇയാൾ, അങ്ങനെയുള്ള ബഹുമാനാർത്ഥമായ വാക്കുകളേ ഉള്ളൂ അവർക്ക്. അപ്പോൾ ആ ലെവലിലേക്ക് ഞാൻ ഇവരെല്ലാവരെയും ട്രെയിൻ ചെയ്ത്, പിന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത്രയും നമ്മൾ 55ഓളം ആക്ടേഴ്സാണ്, പിന്നെ കൂടാതെ 50ഓളം ഡാൻസേഴ്സ്. അതാണ്. അപ്പോൾ ഈ 55 ക്യാരക്ടറും ഞാനൊരു ഡയറക്ടറാണ്. അപ്പോൾ എൻ്റെ വ്യൂ ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല, അവരെ ആദ്യം കാണിപ്പിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ വരച്ച വരെ കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ ഞാൻ അവരെ കൊണ്ടുപോയി ഇങ്ങനെ വേണം, ഇങ്ങനെ നടക്കാവൂ, ഇങ്ങനെ പറയാവൂ, ഇങ്ങനെ എടുക്കാവൂ, ഇങ്ങനെ ഇരിക്കാവൂ, ഇങ്ങനെയാണ് നിൽക്കേണ്ടുന്നത്. ഇതെല്ലാം ഇതിപ്പോൾ ഞാനിതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളിപ്പോൾ അഭിനയത്തെക്കുറിച്ചാണെങ്കിൽ ഇതൊക്കെ പറയും, ഞാൻ ഒരുപാട്
പഴയകാല പടങ്ങൾ കാണുന്നു, ബുക്കുകൾ വായിക്കുന്നു, അവരുടെ രീതികൾ മനസ്സിലാക്കുന്നു. അത് ഇവനിപ്പോൾ ഡ്രസ്സിങ് ആണെങ്കിൽ പോലും കോസ്റ്റ്യൂമേഴ്സ് എല്ലാം നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കോസ്റ്റ്യൂമ്, മേക്കപ്പ്, ലൈറ്റ് മാന്, ആർട്ട് വർക്ക് എല്ലാം നാട്ടിൽ നിന്നുള്ളവരാണ്. കാരണം ഇവിടെ അത്രയ്ക്ക് നമുക്കൊരു എന്താ പറയുക കളക്ഷൻ വെറൈറ്റി ഇല്ല. അപ്പോൾ എല്ലാം നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മേക്കപ്പ് ആയാലും ഓർണമെൻറ്റ്സ്, അതിന് ഇമ്പോർട്ടൻ്റ് ആണ് രവിവർമ്മയുടെ ചിത്രങ്ങളുടെ ഓർണമെൻറ്റ്സ്. പിന്നെ സാരി കളക്ഷൻസ്. നമുക്ക് ഇപ്പോൾ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഇപ്പോൾ സാരി എല്ലാവരും ഉടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിക്ചർ വന്നതിന് ശേഷമാണ്. സാരിയുടെ കൾച്ചർ ലേഡീസ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിക്ചർ കണ്ടതിന് ശേഷമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു കുറേ ചിത്രങ്ങൾ ബറോഡ ലക്ഷ്മി വിലാസം പാലസിലേക്ക് അദ്ദേഹം വരച്ചപ്പോൾ അദ്ദേഹം ഒരു റിക്വസ്റ്റ് അന്നത്തെ രാജാവായിരുന്ന സായാജി മഹാരാജാവ് മൂന്നാമനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ചിത്രങ്ങൾ എനിക്ക് പബ്ലിക്കിന് കാണിക്കണം, എന്നിട്ടേ ഞാൻ ഇവിടേക്ക് തരത്തുള്ളൂ. പിന്നെ he used to have the copies so that common man could buy it also. Yes, that's why he put that lithographic press. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പിന്നെ കുറച്ച് പ്രായമില്ല, അദ്ദേഹം വളരെ ഏർലിയിൽ മരിച്ചുപോയി. അദ്ദേഹത്തിന് അതായത് ഒരുപാട് കഷ്ടത എന്ന് പറഞ്ഞാൽ കഷ്ടതയല്ല, നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അത് ജീവനഷ്ടങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തോട് അടുത്ത് നിന്നിരുന്ന ഒരുപാട് പേര് മരിച്ചു പോകുന്നു. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് നിന്നിരുന്നവർ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. ആ ഒരു പിന്നെ അന്നത്തെ പ്ലേഗ് രോഗം, ബോംബെ മഹാരാഷ്ട്രയിലെ പ്ലേഗ് രോഗം അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ഇതിൽ നഷ്ടം വരുത്തുന്നുണ്ട്, ഈ പ്രസ്സുമായിട്ട് റിലേറ്റഡ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുകയും ഇവരെ പഠിപ്പിക്കുകയും ഇവരെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഒരു ലെവലിൽ വരെ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി 2 ആഴ്ചയും കൂടെ ഉള്ളൂ നമുക്ക് ഇത് സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂമ്, ഓർണമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ഹേമമാലിനിയാണ് ഓർണമെൻറ്റ്സ് കൊണ്ടുവരുന്നത്. കോസ്റ്റ്യൂമും ഹേമമാലിനിയാണ് ചെയ്യുന്നത്. പിന്നെ മേക്കപ്പ് അജിത്ത് എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വരുന്നു. ലൈറ്റ് ചെയ്യുന്നത് മസ്കറ്റ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, സനേഷാണ്. ആർട്ട് ആക്ച്വലി ചെയ്യുന്നത് നിതീഷ് പൂക്കോട്, അതായത് സിനിമാ ഫീൽഡിലുള്ളവർ തന്നെയാണ് ആർട്ടും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് 9ഓളം പാട്ടുണ്ട്. പാട്ട് ഞാനാണ് എഴുതിയിരിക്കുന്നത്. പാട്ട് 9 പാട്ടെന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റായ സോങ്സുകളാണ്. അപ്പോൾ അത് കമ്പോസ് ചെയ്തിരിക്കുന്ന റോണി റാഫേൽ, കുഞ്ഞാലി മരക്കാറിൽ ഇപ്പോഴത്തെ ഫേമസ് ഒരു മ്യൂസീഷ്യനാണ് അദ്ദേഹം ആക്ച്വലി എന്നോട് പറഞ്ഞത്, ആക്ച്വലി ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പാട്ടുകളൊന്നും അവർ എഴുതത്തില്ല, അതായത് ഇതുപോലെ ക്ലാസിക്കായിട്ടുള്ള സോങ്ങുകളൊന്നും അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ സിനിമയാണെങ്കിലും ഒരു അങ്ങ് ഒഴിക്കാൻ തിങ്സ് ആണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ആ 19th സെഞ്ച്വറിയിലായിട്ട് മിക്സപ്പ് ആയിട്ടുള്ള ബ്ലെൻഡായിട്ട് കിടക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു 8 പാട്ട് നിങ്ങൾക്ക് കാണാം ഇതിൽ. പിന്നെ അതിൻ്റെ വിഷ്വൽ വളരെ ഡിഫറെൻ്റ് ആണ്. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം ഇന്ത്യയിൽ ഒരുപാട് സംഗീതജ്ഞരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടുമുട്ടിയതിൽ വിവിധ ദേശങ്ങൾ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം കണ്ടുമുട്ടിയ സ്ത്രീകളുടെ ഒരു ഏകീകരണമാണ് ഈ പിക്ചർ. അതായത് ഈ പിക്ചറിൻ്റെ പേര് ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് എന്നാണ്. 11 ലേഡീസ് ആണ് ഇതിനകത്തുള്ളത്. അതായത് ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിലുള്ള സംഗീതജ്ഞനായ ലേഡികളാണ്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കഥ പറയും ചിത്രങ്ങൾ അല്ലെങ്കിൽ ബോൾത്തി തസ്വീറെ എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ കർട്ടൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഈ 11 ലേഡീസ്. ആ ഒരു സീക്രട്ട് മാത്രമേ പറഞ്ഞുതരാം, പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും രാജാ രവിവർമ്മയുടെ പെയിന്റിങ്സ് കാണുമ്പോൾ കോസ്റ്റ്യൂംസിനോടും ജ്വല്ലറിയോടായിരുന്നു എപ്പോഴും. അതും why I say anthropology is all of these women wear different costumes. Yes. So you can see മുണ്ടുവേഷ്ടിയാലും ഇപ്പോൾ ഉർവശിയുടെ സ്റ്റൈല്, നളൻ ദമയന്തിയുടെ സ്റ്റൈല്, ഹംസ and the surroundings, ആ പാലസിൽ എന്തൊക്കെയായിരുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, പലതുണ്ട്. ഇപ്പോൾ കുട്ടിയെ അദ്ദേഹം വെറുതെ ഒരു പടം വരയ്ക്കല്ല, അദ്ദേഹം മനസ്സിൽ നിന്നല്ല ഒരു പടം വരയ്ക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ഹംസദമയന്തി പടം വരയ്ക്കണമെങ്കിൽ പാലസിൽ പോകുന്നു, അവിടെ ഒരു മോഡലിൽ നിർത്തുന്നു, അവിടെ എന്തൊക്കെ ആയിരിക്കാം എന്ന് ചിന്തിച്ചിട്ട് അവിടെ എല്ലാം അത് പ്രതിഷ്ഠിച്ച് പിന്നെ മാസങ്ങളോട് എടുത്തിട്ടാണ് എൻ്റെ പടം വരയ്ക്കുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നതാണ് അദ്ദേഹത്തിന് അനിയൻ രാജവർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വലം കൈ ആണ് അനിയൻ രാജവർമ്മ. അപ്പോൾ ഇവർ രണ്ടുകൂടാണ് എല്ലാം.
ഈ പടങ്ങൾ മൊത്തം വരച്ചിരിക്കുന്നത്. അഭിനയിക്കുന്ന ഓൾമോസ്റ്റ് മെയിൻ ആൾക്കാരെല്ലാം ആക്ച്വലി കിളിമാനൂർ കൊട്ടാരത്തിൽ പോയി അനുഗ്രഹം മേടിച്ചു. കൊട്ടാരത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ ഒന്ന് മണ്ണി ചവിട്ടി അവിടുന്ന് അനുഗ്രഹം മേടിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും അഭിനയിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും പോയി എന്നുള്ളതാണ്. So actually this shows the depth of the commitment from all of you. സോ ഡിവോഷൻ. ഇനി നമുക്ക് കൺക്ലൂഡിംഗ് വേർഡ്സ് ഫ്രം ഈച്ച് ഓഫ് അവർ ഗസ്റ്റ്. ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ ഭാവലയ ആർട്ട് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷൻ 2023 ഇതിഹാസം എന്ന ഷേക്സ്പിയർ ഡ്രാമ, അത് ഷേക്സ്പിയറിൻ്റെ ജീവചരിത്രമായിരുന്നു ആ ഡ്രാമ. ഒമാനി ഫിലിം സൊസൈറ്റി ഓഡിറ്റോറിയത്തിലായിരുന്നു അത് നമ്മൾ സ്റ്റേജ് ചെയ്തത്. അന്നത്തെ ആ കാലഘട്ടത്തിലെ കോസ്റ്റ്യൂംസൊക്കെ ആയിട്ട് വന്ന ആ ഒരു ഡ്രാമ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. 2 മണിക്കൂറോളം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. അതിനുശേഷം ഒമാൻ കാണാൻ പോകുന്ന മറ്റൊരു ഇതിഹാസമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കഥ പറയും ചിത്രങ്ങൾ. അത്രയധികം എഫർട്ടും അതുപോലെ തന്നെ ഇതിഹാസത്തിന് ഏതാണ്ട് 8 മാസത്തെ റിഹേഴ്സലായിരുന്നു. ഇത് ഇപ്പോൾ 6 മാസം ഓൾറെഡി ആവാൻ പോകുന്നു. അതുപോലെ തന്നെ എഫർട്ട് എടുത്തിട്ടുള്ള കൂടുതൽ ആർട്ടിസ്റ്റുകളുടെയും കുടുംബങ്ങളും ഇൻക്ലൂഡ് പിന്നെ ഇതിൽ മുഴുവൻ സമയം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു ഇതിഹാസമായിട്ട് മാറും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും സഹായ സഹകരണം തരണം, അനുഗ്രഹം കൊടുക്കുക. അങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. ആതിര? സാറ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. കാരണം ഇതെന്ന് വെച്ചിരുന്ന സാധാരണ ഒരു പ്രോജക്റ്റ് അല്ല. കാരണം ഇതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മളുടെ ഒരു ദൈവാധീനം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടപ്പെടാം. അത് കാരണം നമുക്ക് ശരിക്കും അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ദൈവമാണ് മെയിൻ നമ്മുടെ ആ ഒരു അനുഗ്രഹം തരേണ്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലൊരു പ്രോജക്റ്റ് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നിൽ നമ്മളിപ്പോൾ ഈ ആർട്ടിസ്റ്റ് ഈ 100ഓളം പേര് കൂടാതെ ബിഹൈൻഡ് ദ സ്ക്രീൻ അവരെ നമ്മൾ എടുത്തു പറയേണ്ടത്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റേജ് മാനേജ്മെൻ്റ് ആയാലും എല്ലാം അവരെയൊക്കെ ശരിക്കും നമ്മളിതിനകത്ത് അവരാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ. ഒന്ന് എങ്ങാനും പിഴച്ചു പോയാൽ അത് അവിടെ ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പം ഇതിൽ എല്ലാവർക്കും ഒരുപോലെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം എല്ലാം ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം, എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനി പ്രകാശ് ജി? നിറങ്ങളുടെ തമ്പുരാനായ രവിവർമ്മയുടെ കഥയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കളർഫുൾ ആയിരിക്കും. ആ കാര്യം ഞങ്ങൾ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക്. ഒരുപാട് സുന്ദരന്മാരും സുന്ദരിമാരും ഒരുപാട് ആർട്ട് ഡയറക്ടറുടെ കരവിരുതുകളും ഈ സ്റ്റേജിൽ വരാനുണ്ട്. അപ്പോൾ പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്. സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഫൈനലി വേർഡ്സ് ഫ്രം ദ ഡയറക്ടർ. എന്താണ് കൺക്ലൂഡിംഗ് വേർഡ്സ്? കൺക്ലൂഡ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. എല്ലാവരും ഓഗസ്റ്റ് 22, 23 പ്രോഗ്രാം കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അതുവരെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്, നോട്ട് കൺക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം, സഹകരണം ഉണ്ടായിരിക്കണം. എല്ലാവരും കുടുംബസമേതം കുട്ടികൾ ഉൾപ്പെടെ, കാരണം ഇതൊരു ഫുൾ ഇൻഫർമേഷനാണ്, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള ഇൻഫർമേഷനാണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹിന്ദി ഇഷ്ടപ്പെടുന്നവർക്ക് ഹിന്ദി കാണാം, മലയാളം ഇഷ്ടപ്പെടുന്നവർക്ക് മലയാളം കാണാം. നമുക്ക് അൽഫലാജാണ്, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഓഗസ്റ്റ് 22 മലയാളം, ഓഗസ്റ്റ് 23 ഹിന്ദിയിലാണ്. ഗേറ്റ് ഓപ്പൺ 5 o'clock. പ്രോഗ്രാം സ്റ്റാർട്ട് എക്സാക്ട് 6:30. അതിന് ഡിലേ ഇല്ല. അപ്പോൾ എല്ലാവരും വരിക, അനുഗ്രഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇറ്റ്. സോ അപ്പോൾ നമുക്ക് അൽഫലാജിൽ കാണാം. താങ്ക് യു.